ഇന്ന് ഞാൻ പുറത്തോട്ട് പോയപ്പോഴത്തേക്കും അമ്മ ഒരു മൊബൈല്, ഒരു 3 വയസ്സുള്ളൊരു കുട്ടി ഒരു മൊബൈല്, അമ്മയുടെ കയ്യിൽ വേറെ ഒരു മൊബൈൽ ഇരിപ്പുണ്ട്. അപ്പോൾ അത് നമുക്ക് എന്തായാലും സാധാരണ കാണുമ്പോൾ ആ കുട്ടിക്ക് വേണ്ടിയിട്ട് തന്നെ ആ മൊബൈൽ വാങ്ങിച്ചതായിട്ടേ തോന്നുള്ളൂ. കാരണം അമ്മയുടെ കയ്യിൽ 2 മൊബൈലുണ്ട്. പിന്നെ ആ 1.5 വയസ്സുള്ള കുട്ടിയുടെ കയ്യിലും ഒരു മൊബൈൽ. കാരണം അമ്മയ്ക്ക് ശല്യമാകാതിരിക്കാൻ, അമ്മയുടെ വിഷയങ്ങളിൽ ഇടപെടാതെ, അല്ലെങ്കിൽ അമ്മയ്ക്കൊരു ഡിസ്റ്റർബ് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് അമ്മ കാണിക്കുന്ന അതിബുദ്ധിയാണ് ആ കുട്ടിയുടെ കയ്യിൽ ഒരു മൊബൈൽ കൊടുത്ത് ആ കുട്ടിയെ അങ്ങോട്ട് ഒഴിവാക്കുക. അപ്പോൾ അവൻ്റെ ആയിട്ടുള്ള ആ മൊബൈലും വെച്ച് അവൻ്റെ ആയിട്ടുള്ള ആ രീതിയിൽ അങ്ങോട്ട് പോകുമല്ലോ. പക്ഷേ ഈ അമ്മയായിരുന്നാലും അച്ഛനായിരുന്നാലും ഒരു കാര്യം മാത്രം ചിന്തിക്കുന്നില്ല. ഈ മൊബൈൽ അഡിക്ഷൻ കാരണം കുട്ടികളിലുണ്ടാകുന്ന മാറ്റങ്ങൾ, കുട്ടികളിലുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, അവർ വൈകൃതമായ രീതിയിലേക്ക് അവരുടെ ലൈഫ് സ്റ്റൈലൊക്കെ മാറുന്നത്, അതൊന്നും ചിന്തിക്കുന്നില്ല. ആ നേരത്തെ അവർക്കുള്ള ആ ഒരു ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ കുട്ടികൾ വന്ന് അമ്മമാരെ ശല്യം ചെയ്യുന്നുള്ള ആ ഒരു വിചാരത്തിൽ ചിന്തിച്ച് കൂട്ടുന്ന ആ ഒരു എളുപ്പ വഴി എവിടെ കൊണ്ടെത്തിക്കുന്നു എന്ന് പറയുന്നു. കഴിഞ്ഞ ദിവസം ഇന്നലെ ഞാനൊരു ന്യൂസ് കണ്ടായിരുന്നു. നെയ്യാറ്റിൻകരയിൽ നടന്നൊരു സംഭവം. മൊബൈൽ അഡിക്ഷൻ കാരണം മൊബൈലിൽ ഗെയിമും മറ്റും കളിക്കുന്നത് കണ്ടു നിന്ന ഫാദർ, അത് ആ അഡിക്ഷൻ കുറച്ച് കൂടുതലായി. എന്നുവെച്ചാൽ 24 hours മൊബൈലിൽ തന്നെ കുത്തിയിരുന്ന ഗെയിം കളിയും ഓൺലൈൻ ഗെയിമും അതും ഇതുമൊക്കെ കളിച്ചുകൊണ്ട് മൊബൈലേ ഭ്രാന്തമായിട്ടുള്ള രീതിയിൽ ഇരുന്നപ്പോൾ, അങ്ങനെ കണ്ടപ്പോൾ ആ അച്ഛൻ മകനെ വഴക്ക് പറയുകയുണ്ടായി. വഴക്ക് പറഞ്ഞ് പിന്നെ കേട്ടില്ല എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ചിലപ്പോൾ ഷൗട്ട് ചെയ്ത് സംസാരിക്കും. ആ സംസാരത്തിനിടയിൽ മകൻ ചെയ്തത് അച്ഛനെ തലക്കിട്ടടിക്കുകയാണ്. തലക്കിട്ടടിച്ച് തലയിൽ നല്ല പരിക്കേറ്റ അച്ഛനവിടെ മയങ്ങി വീണ്. നാട്ടുകാരും വീട്ടുകാരൊക്കെ ചേർന്ന് ഹോസ്പിറ്റലും ആക്കി. വെന്റിലേറ്ററിൽ കിടന്ന് കുറച്ച് ബെറ്ററായി എന്ന് തോന്നിയപ്പോൾ ഐ സിയിലേക്ക് മാറ്റിയതിന് ശേഷമാണ് പുള്ളിക്കാരൻ മരണമടയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് വേറൊന്നുമല്ല, ഇന്നത്തെ ഇപ്പോൾ ആണായിരുന്നാലും പെണ്ണായിരുന്നാലും ഒരുപോലെ തന്നെയാണ്. അല്ലെ, ആണല്ലേ പൊക്കോട്ടെ, അവൻ മൊബൈൽ യൂസ് ചെയ്യട്ടെ, അവനെവിടെ വഴി തെറ്റാൻ പോകുന്നു, അവൻ പോയതുപോലെ തിരിച്ച് വരും. ഇപ്പോഴത്തെ പഴയ അമ്മമാരുടെ ഒരു പറച്ചിലാണ്, അവനാണല്ലേ, എൻ്റെ മോൻ ആണാണ്, അവൻ പെണ്ണല്ല, അവൻ എന്ത് തെറ്റ് ചെയ്താലും അവൻ തിരിച്ചു വരും. പിന്നെ ചില അമ്മമാരിവിടെ പറയണ കേട്ടിട്ടുണ്ട്, ആണ് കുളം കണ്ടാൽ കുളിക്കും, കോവിൽ കണ്ടാൽ കുമ്പിടും, പക്ഷെ പെണ്ണിനെ കൊണ്ട് പറ്റില്ല. അതെന്താ? അവൾക്ക് കുളിച്ചാൽ ശരിയാവില്ലേ? അവൾ കോവിൽ കണ്ടാൽ ഒന്ന് കുമ്പിട്ടാൽ ശരിയാവില്ലേ? ദൈവം സ്വീകരിക്കില്ലേ? എന്ത് തരം കാഴ്ചപ്പാടുകളാണോ എന്തോ ഇപ്പോഴത്തെ ജനങ്ങളുടേത്. അപ്പോൾ ആണിനും പെണ്ണിനും വ്യത്യാസം കാണാതെ ഈ കാര്യങ്ങളിൽ ആണിനും പെണ്ണിനും വ്യത്യാസം കാണാതെ മക്കളെ നല്ല രീതിയിൽ ചിന്തയിലും സമാധാനപരമായിട്ടുള്ള ജീവിത രീതിയിലും നല്ല ഒരു അച്ചടക്കത്തിലൊക്കെ അവരെ ആ രീതിക്ക് വളർത്തണമെങ്കിൽ നമ്മളും ചെറുതായിട്ടൊന്ന് ചേഞ്ച് ചെയ്യേണ്ടതായിട്ടുണ്ട്. അല്ലാണ്ട് എൻ്റേതായിട്ടുള്ള ജീവിതശൈലിയിൽ ഞാൻ നടക്കണമെന്നുണ്ടെങ്കിൽ എൻ്റെ കുട്ടികളുടെ ഇഷ്ടവും കൂടെ ഞാൻ നിറവേറ്റി കൊടുക്കട്ടെ, അവരെനിക്കൊരു ശല്യമായിട്ട് മാറില്ല എന്നൊക്കെ വിചാരിച്ച് കുട്ടികളുടെ ഇഷ്ടം അനുസരിച്ച് നമ്മൾ മാറുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കുട്ടികളെയും ഒന്ന് ചേഞ്ച് ചെയ്തെടുക്കുമ്പോൾ, കുട്ടികളുടെ ഇഷ്ടത്തിന് മാറിക്കൊടുക്കുമ്പോൾ അവിടെ നഷ്ടപ്പെടുന്നത് നമ്മുടെ മാത്രമല്ല, അല്ലെങ്കിൽ കുട്ടികളുടെ മാത്രമല്ല, നമ്മുടെ സമൂഹത്തിൻ്റെ തന്നെ ലൈഫ് ചേഞ്ച് അവിടെ മാറി വരുന്നത്. അപ്പോൾ ഈ മൊബൈൽ ശരിക്കും പറഞ്ഞാൽ എല്ലാവരും പറയും മൊബൈൽ വന്നത് കാരണമാണ് ഈ ലോകം തന്നെ നശിക്കാൻ കാരണമെന്ന്. അത് വെറുതെ ഉള്ള കണ്ടുപിടുത്തങ്ങളാണ്, അത് വെറുതെയാണ്. മൊബൈലും ഇതുപോലത്തെ ഇൻ്റർനെറ്റൊക്കെ വന്നത് കാരണം നമ്മുടെ ലോകം എത്രത്തോളം വികസിച്ചു എന്നുള്ളത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. അത് കാരണം നശിച്ചു എന്ന് വിചാരിച്ചാൽ ഏതൊരു സാധനം, ഇപ്പം മൊബൈൽ ഇല്ലെങ്കിൽ പോലും വീട്ടിൽ ഇരുന്നാലും നശിക്കാനുള്ളവർ നശിക്കുക തന്നെ ചെയ്യും. പിന്നെ അവരുടെ ചുറ്റുപാടുകളാണ് ഒരുപാടും അവരെ മാറ്റിമറിക്കുന്നത്, അവരുടെ ജീവിതശൈലികൾ. അപ്പോൾ ആ ചുറ്റുപാടുകൾ നമ്മൾ ക്രമീകരിച്ചാൽ, നമ്മൾ നല്ല രീതിയിൽ കൊണ്ടുപോയാൽ നമ്മുടെ കുട്ടികളെ നമ്മുടേതായിട്ടുള്ള രീതിയിൽ മാറ്റിയെടുക്കാൻ നമുക്ക് സാധിക്കാതിരിക്കില്ല.
അപ്പം ഞാനെന്തായാലും നെയ്യാറ്റിൻകരയിലുണ്ടായ ഒരു വീഡിയോ കൂടി ഇതിനോടൊപ്പം ആഡ് ചെയ്യുന്നുണ്ട്. നിങ്ങളൊന്ന് കണ്ടു നോക്കുക. ഞാൻ പറഞ്ഞതിൽ തെറ്റുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിമർശിക്കാം. നല്ലതോ തെറ്റോ എന്ത് പറഞ്ഞാലും ഇപ്പോൾ ഞാനിവിടെ ആണും പെണ്ണും എന്നുള്ള രീതിയിൽ സംസാരിച്ചിട്ടുണ്ട്, ഈക്വലായി സംസാരിച്ചിട്ടുണ്ട്. പക്ഷെ ആ ഈക്വലിനെ എടുത്തിട്ട് കമൻറ്റ് ചെയ്യുന്നവരുണ്ടാകും. ഞാൻ ആണും പെണ്ണും ഈക്വലാണെങ്കിൽ ആൺ ചെയ്യുന്നത് പോലെ പെണ്ണിന് ചെയ്യാൻ പറ്റുമോ എന്നുള്ള ഡയലോഗൊക്കെ വരും. ഞാൻ അതല്ല യൂസ് ചെയ്തത്. ആണ് ചെയ്യും പോലെയല്ല, അതിൽ ചെയ്യുന്നതിലപ്പുറവും പെണ്ണിനെ കൊണ്ട് ചെയ്യാൻ സാധിക്കും. പക്ഷേ പെണ്ണിനെ കൊണ്ട് പറ്റുന്നത് ആണിനെ കൊണ്ടും പറ്റില്ല. അതുകൊണ്ട് ഇവിടെ ആൺ പെൺ വ്യത്യാസമൊന്നുമില്ല. നമ്മുടെ മക്കളാണ്, നമ്മുടെ ജീവിതമാണ്, നമ്മുടെ മക്കളുടെ ജീവിതം നമ്മുടെയും ജീവിതമാണ്. നമ്മൾ മക്കൾക്ക് വേണ്ടിയിട്ടാണല്ലോ ജീവിക്കുന്നത്. അപ്പോൾ നമ്മുടെ കുറച്ച് നേരത്തെ സന്തോഷത്തിന് വേണ്ടിയിട്ട് മക്കളുടെ ആ ഒരു ഇത് മാറ്റിയെടുക്കാനായിട്ട്, അല്ലെങ്കിൽ മക്കൾ നമ്മളെ വിട്ട് അകന്ന് പോവുമോ, മക്കളുടെ ഇഷ്ടം നമ്മൾ അനുസരിച്ചില്ല എന്നുണ്ടെങ്കിൽ മക്കൾ നമ്മളെ വിട്ടു പോവുമോ, അല്ലെങ്കിൽ നമ്മളോട് ശത്രുതാ മനോഭാവം തോന്നുമോ എന്നൊന്നും ചിന്തിക്കേണ്ടതില്ല. മക്കളെ അടിച്ച് വളർത്തേണ്ട സമയത്ത് മക്കളെ അടിച്ച് തന്നെ വളർത്തുക, ശാസിച്ച് വളർത്തേണ്ട സമയത്ത് ശാസിച്ച് അതുപോലെ തന്നെ ശാസനവും അടിയും മാത്രം കൊടുത്താലും മക്കൾ വളരില്ല. മക്കളുടെ വളർച്ച വേറെ ലെവലിലേക്ക് പോകും. സ്നേഹിക്കേണ്ട സമയത്ത് സ്നേഹവും പരിലാളനയും കൊടുത്തു തന്നെ വളർത്തണം. അപ്പോൾ ഇന്ന് എൻ്റെ ജന്മദിനവും കൂടിയാണ്. നിങ്ങളുടെ ഏവരുടെയും പ്രാർത്ഥനയും കൂടെ പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുക. നെയ്യാറ്റിൻകരയിൽ പിതാവിനെ തലക്കടിച്ച് കൊലപ്പെടുത്തിയ കേസിൽ മകനെ കോടതി റിമാൻഡ് ചെയ്തു. ഇന്നലെ പുലർച്ചെയാണ് മകന്റെ അടിയേറ്റ സുനിൽകുമാർ ചികിത്സയിലിരിക്കെ മരണമടയുന്നത്. 19-കാരൻ സിജോയ് സാമുവലിനെയാണ് നെയ്യാറ്റിൻകര കോടതി ഇന്ന് റിമാൻഡ് ചെയ്തത്. മൊബൈൽ അഡിഷനും വീഡിയോ ഗെയിമുകളിലെ അഡിഷനും മൂലം സമനില തെറ്റിയ മകനെ പേടിച്ച് സുനിൽകുമാറും ഭാര്യയും വാടക വീട്ടിൽ താമസിച്ചു വരവെയാണ് വെള്ളിയാഴ്ച സുനിൽകുമാറിന്റെ തലക്കടിച്ച് മകൻ കൊലപ്പെടുത്തുന്നത്. തലയ്ക്കടിയേറ്റ് ഗുരുതരാവസ്ഥയിൽ കിടന്ന സുനിൽകുമാറിനെ നാട്ടുകാരാണ് നെയ്യാറ്റിൻകര നിംസ് ആശുപത്രിയിൽ എത്തിക്കുന്നത്. വെന്റിലേറ്ററിൽ പ്രവേശിപ്പിച്ചിരുന്ന സുനിലിന്റെ നില സാധാരണ നിലയിലായതിനെ തുടർന്ന് കഴിഞ്ഞ ദിവസം ICUയിലേക്ക് മാറ്റിയിരുന്നു. എന്നാൽ വീണ്ടും നില വഷളായതിനെ തുടർന്ന് വെന്റിലേറ്ററിലേക്ക് മാറ്റി. തുടർന്നാണ് ഇന്നലെ പുലർച്ചെ അന്ത്യം സംഭവിക്കുന്നത്. മൊബൈൽ അഡിഷനിലൂടെ മാനസിക പ്രശ്നങ്ങൾ സിജോയ്ക്കുണ്ടായിരുന്നതായി പോലീസ് പറയുന്നു. ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുമ്പോൾ വീണതാണെന്നാണ് പിതാവ് ആശുപത്രി അധികൃതരോട് പറഞ്ഞതെങ്കിലും സംശയം തോന്നിയ ആശുപത്രി അധികൃതർ പോലീസിനെ അറിയിക്കുകയായിരുന്നു.